ഹരി ഓം. ദശകം 72, ശ്ലോകം 12. ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബതൈതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരു പുരനാഥപായാഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ചന്ദ്രാഗൃഹേ കിം ഉദ കിമുത ചന്ദ്രഭഗാഗൃഹേനു ചന്ദ്രഭഗാഗൃഹേനു ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തഃ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിഃ പ്രമദാഭിരുച്ചൈഃ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈഃ ആശങ്കിതോ നിശി മരുത്പുരനാഥ പായാഃ. ആശങ്കിതോ നിശി മരുത്പുരനാഥ പായാഃ. ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബതൈതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരു പുരനാഥപായാഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 12 അന്വയവും അർത്ഥവും. അപ്പം ഈ ശ്ലോകത്തിൽ ഈ ഗോപിമാർക്കെല്ലാം ആശങ്കയുണ്ടായി, ഓരോ ഗോപിമാർക്കും ആശങ്കയുണ്ടാകുകയാണ്. ധൂർത്തഃ ചന്ദ്രാഗൃഹേ കിം ഉദ ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു മൈത്രവിന്ദേ ഭവനേ കിമു വിളംബതേ നിശി പ്രമദാഭിഃ ഇതി ഉച്ചൈഃ ആശങ്കിതഃ ത്വം മരുത്പുരനാഥ പായാഃ. ധൂർത്തഃ വഞ്ചകൻ എന്നാണ് അർത്ഥം. ധൂർത്തക. അപ്പോൾ ആ വഞ്ചകനായ കൃഷ്ണനെ അവർ വഞ്ചകൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ധൂർത്തഃ ആ വഞ്ചകൻ, ആ കൃഷ്ണൻ ചന്ദ്രാഗൃഹേക്കും ആ ചന്ദ്രയുടെ ഗൃഹത്തിലാണോ, ഉദ ചന്ദ്രഭഗാഗൃഹേനു അഥവാ ആ ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ, അതോ ഇനിയും രാധാഗൃഹേനു രാധയുടെ ഗൃഹത്തിലാണോ, മൈത്രവിന്ദേ ഭവനേ കിമു വിളംബതേ അതോ ഇതൊന്നുമല്ല മിത്രവിന്ദയുടെ ഗൃഹത്തിലാണോ പാർത്തു വിളംബിക്കുന്നത്. നിശി പ്രമദാഭിഃ ഇതി ആ രാത്രിയിൽ ഗോപസുന്ദരികളാൽ ഇങ്ങനെ ഉച്ചൈഃ ആശങ്കിതഃ അത്യധികം ശങ്കിക്കപ്പെട്ടവനായ ത്വം നിന്തിരുവടി മരുത്പുരനാഥ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ പായാഹ എന്നെ രക്ഷിക്കുമാറാകണമേ. എല്ലാ ഗോപികമാരോടും ഭഗവാൻ പറഞ്ഞിരുന്നു, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, നിൻ്റെ ഗൃഹത്തിലേക്ക് വരുന്നുണ്ടെന്ന്. അതാണ് അവർക്കെല്ലാം ഈ ആശങ്കയുണ്ടായത്. കൃഷ്ണൻ അക്രൂരനും ഒരുമിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കഴിച്ചു കൂട്ടിയ ആ രാത്രിയിൽ ഗോപികമാർ വിചാരിക്കുകയാണ്, ആ വഞ്ചകനായ കൃഷ്ണൻ അവൻ ആ ചന്ദ്രയുടെ ആ വീട്ടിൽ പോയിരിക്കുമോ, അതോ ഇനി ചന്ദ്രഭഗയുടെ വീട്ടിലായിരിക്കാം പോയത്, അതോ രാധയുടെ ഗൃഹത്തിലാണോ അവൻ പോയിരിക്കുന്നത്, ചിലപ്പോൾ ഒരുപക്ഷെ ആ മിത്രവിന്ദയുടെ വീട്ടിലാകാം. എവിടെ പോയിട്ടാണ് അവൻ എൻ്റെ അരികിൽ വരാൻ ഇത്ര താമസിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ശങ്കിക്കപ്പെട്ട അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ എന്നെ കാത്തുരക്ഷിക്കുമാറാകണേ എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. അപ്പോൾ ഈ കൃഷ്ണമൂർത്തിയെ ആ രാത്രിയിൽ കിട്ടാതിരുന്നപ്പോഴേക്കും അവർക്ക് കൃഷ്ണനോടുള്ള പ്രേമം അത്ര ആയിക്കഴിഞ്ഞു, ആ കൃഷ്ണപ്രേയസികളായി മാറിക്കഴിഞ്ഞ ഗോപികൾക്ക് ആ ആശങ്കയുണ്ടായി. ഇന്ന് രാത്രി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാവരുടെ അടുക്കലും. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും ആ കൃഷ്ണനെ കാത്ത് ആ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ചെല്ലാൻ താമസിക്കുമ്പോൾ
ആ വഞ്ചകനായ അവന് തന്നോട് പറഞ്ഞ പോലെ മറ്റു വല്ലവരോടും പറഞ്ഞു കാണുമോ, എന്നിട്ട് ആ അന്യഗോപികളുടെ വീട്ടിൽ പോയി കാണുമോ എന്നിങ്ങനെ ഓരോരുത്തരും ശങ്കിക്കുകയാണ്, സംശയിക്കുകയാണ് കൃഷ്ണനെ. അതാണ് വഞ്ചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംശയിക്കുന്നത്. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരുത്പുരനാഥ പായാഹ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.